പറയണേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങള് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനെ വന്നാണ്. അമ്മൂണ്ടി കൂടി നാട്ടിലേക്ക് പോകണല്ലോ. അപ്പൊ അങ്ങനെ ആ ദിവസം ആഗതമായി 20 നോക്കിയാല് 29 നൈറ്റ് ഒരു നാട്ടിൽ പോവാണ്. അപ്പൊ വേറെ ജോലി ഇങ്ങനെ ശരിയായിട്ടുണ്ട്. അപ്പൊ അത് ഓഫർ ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കൺഫേം ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുപോലെ തൽക്കാലം 1-2 മാസം നാട്ടിൽ നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ക്യാമ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം അതുപോലത്തെ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. കാരണം ഞാനും ഉണ്ണി മാത്രമാണ് നാട്ടിലോട്ട് പോകുന്നത്. ഏട്ടനും രാവിലെ അവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സന്തോഷവും എന്നൊക്കെ പറയുന്നത് നാട്ടിലേക്ക് വരികയായിരിക്കും. പക്ഷേ എന്താ പറയുക, നമ്മളുടെ വേണ്ടപ്പെട്ടവർ ഒപ്പമില്ലാത്ത ആ നിമിഷത്തിലൂടെ ഇനിയും കടന്ന് പോവേണ്ടി വരും എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. പിന്നെ എല്ലാവരെയും കാണാലോ എന്നുള്ളൊരു സന്തോഷം കൂടിയിട്ട് ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വീഡിയോസാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ആ ദിവസമായി അമ്മൂണ്ണി നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഒരു പെട്ടി വാങ്ങി, അതൊക്കെ ഓൾമോസ്റ്റ് ഫില്ലാക്കി വെച്ചു. ഇനിയും സാധനങ്ങൾ ബാക്കിയുണ്ട്. ഒരു പെട്ടി കൂടി വാങ്ങാനായിട്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പൊ നമ്മളങ്ങനെ പെട്ടൊക്കെ വാങ്ങിട്ടോ ഇത് സെറ്റാക്കാൻ വേണ്ടി റൂമിൽ പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ അങ്ങനെ നാട്ടിൽ പോകാൻ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. എന്തിനു വിഷമം? എനിക്ക് നല്ല വിഷമമുണ്ടല്ലോ. ഞാൻ വരണോ? ജാനം മാർക്കട കണ്ണ ഏട്ടെന്താ കളിക്കുന്നത്? ശരിയായിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പൊക്കടാ. ഏയ് എന്തേ കാണിക്കണേ? പൊക്ക് ശരിയായിട്ടില്ല. പൊക്കി പിടിക്കുക. കിട്ടില്ലേ? അയ്യോ, അപ്പം നമ്മൾ പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഒരു പെട്ടി ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പെട്ടി പാക്ക് ചെയ്യണ തിരക്കിലാണ്. ഇതിലാണ് കംപ്ലീറ്റ് റൂം വെക്കേറ്റ് ചെയ്യല്ലേ. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു മെസ്സും കാര്യങ്ങളൊക്കെ അലമ്പായി കിടക്കുക. ഒന്നാമത് അമർത്തി പിടിക്കണോ? ഇപ്പൊ അങ്ങനെയായിട്ടാ. അപ്പം നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ മുതൽ അമ്മ ഉണ്ട് നാട്ടിൽ. ഞാൻ ഫുഡ് കഴിക്കാനേ, ഫ്രൂട്ട്സ് കഴിക്കാനേ അല്ലേ. എൻ്റെ ചോക്ലേറ്റൊക്കെ ഞാനൊക്കെ അപ്പുറത്തിരിക്കുന്ന ആൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ സോൾവ് ആക്കിയിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്നുള്ളത് കാലിക്കറ്റേക്ക് ആക്കിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ജാനക്കുട്ടി ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് അവളുടെ ഓർമ്മ വെച്ചിട്ടുള്ളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകുമായിരിക്കും ഇത്. അപ്പോൾ സേഫായിട്ട് വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട്
നമുക്ക് വരാം കേട്ടോ.